യെസ്, എനിക്ക് റീല് ചെയ്തിട്ടൊന്നും വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ റീല് ചെയ്യുന്നത്. റീലല്ല, വീഡിയോ പോലെ. സോ ഞാനൊരു ഡിസൈനറാണ്. അപ്പോൾ ഡിസൈനറായ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനും അതിൻ്റെ തോട്ട്സ് പറയേണ്ടിയിട്ടുമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേറൊരു കോഴ്സും കിട്ടിയില്ലേ, അതുകൊണ്ടാണ് ഈ കോഴ്സിന് ജോയിൻ ചെയ്തത്? അതൊരു ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഠിക്കാൻ കുറച്ച് ബാക്കൗട്ടാണോ, അതുകൊണ്ടാണ് ഈ കോഴ്സ് എടുത്തത്? ഈ കോഴ്സിന് ഇത്രയും പൈസ കൊടുക്കണോ, എന്നിട്ട് ഇതാണോ പഠിച്ചത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, നിനക്കൊക്കെ എന്താ പണി? ലാപ്ടോപ്പിൻ്റെ മുമ്പിലിരുന്നാൽ പോരെ? കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ പോരെ? മാസം അവസാനമാകുമ്പോൾ ശമ്പളം കിട്ടുന്നില്ലേ? ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് റീസെൻ്റ്ലി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ഡോണ്ട് ഹാവ് എ പ്രോപ്പർ ആൻസർ. കാരണം പറഞ്ഞിട്ട് മനസ്സിലാക്കുന്ന ആളോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അല്ലാണ്ട് നമ്മളിങ്ങനെ ചുമ്മാ വായിട്ട് അരച്ചിട്ട് ഒരു കാര്യമില്ല. അത്. ആൻഡ് സെക്കൻഡ് തിങ് എനിക്ക് ആഡ് ഓൺ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻജിനീയേഴ്സ് പഠിക്കുന്ന പോലെ 4 വർഷത്തെ കോഴ്സ് എടുത്തിട്ടാണ് ഞങ്ങളും പഠിച്ചുകൊണ്ട് നിന്നത്. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 4 വർഷത്തെ കോഴ്സ് എടുത്തിട്ടാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. ഈ 4 വർഷത്തിൽ അറൗണ്ട് എല്ലാ സെമിസ്റ്ററിലും 6 പേപ്പേഴ്സ് ഉണ്ട്. 6 പേപ്പേഴ്സിൽ ഐ തിങ്ക് 1 മാത്രമാണ്, 6 പേപ്പേഴ്സ് എന്ന് വെച്ചാൽ ഓരോ സെമിസ്റ്ററിൽ 1 2 ആണ് റിട്ടൺ. ബാക്കി മൊത്തം പ്രാക്ടിക്കലാണ്. എൻ്റെ ഡിസൈൻ കരിയറിൽ ഞാൻ ഒരു സാൻഡ്വിച്ച് ഗ്രില്ലർ ഉണ്ടാക്കി, ഒരു കോഫി മെഷീൻ ഉണ്ടാക്കി, പിന്നെ പുറത്തുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു പ്ലേ ഹൗസ് ഉണ്ടാക്കി. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ പൊതുവേ പുറത്തുള്ള ആൾക്കാരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ കമ്പ്യൂട്ടറിൽ ലാപ്പിൽ സിസ്റ്റത്തിൽ മുമ്പിലിരിക്കുക, കുറച്ച് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, എവിടെന്നെങ്കിലും പിൻട്രസ്റ്റ് നിന്ന് കുറച്ച് ഇൻസ്പിറേഷൻ എടുക്കുക, എന്നിട്ട് അത് കണ്ടിട്ട് ഡിസൈൻ ചെയ്യും. അത് ചെയ്യാനും വേണം ഒരു കഴിവ്, അത് വേറെ കാര്യം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നോടും എൻ്റെ വീട്ടുകാരോടും ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാര്യങ്ങൾ എന്താ പറയുക, ഇത്രയും ഇത് ഹൈപ്പ് കൊടുത്തിട്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് പഠിച്ചത് ഈ ഒരു കാര്യം ചെയ്യാനാണ്? ഇതിപ്പോൾ ഏത് പൊട്ടനും ചെയ്യാൻ പറ്റുന്നില്ലേ? എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ എൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ അത്യാവശ്യം ചിലവഴിച്ചു. അത്യാവശ്യം എന്നല്ല, കുറച്ച് നല്ല രീതിയിൽ ചിലവ് 8 എമൗണ്ട് ആയിനി. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള കോളേജ് ഫെസിലിറ്റീസ് എനിക്ക് കിട്ടി. ഞാൻ ഗുജറാത്തിലാണ് പഠിച്ചത്. കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. എന്നിട്ട് പോലും ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കോഴ്സ് ഇവിടെ 6 മാസത്തിന് പഠിക്കുന്നുണ്ടല്ലോ, ഇത്ര ചിലവിന് പൈസ ചിലവിന് എന്താ പറയുക, ഇത്ര കുറഞ്ഞ എമൗണ്ടിൽ പഠിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇവളെന്തിനാ ഇങ്ങനെ പോയത്? ഇതിന് ഞാൻ ആൻസർ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അതിന് ഡിഫറൻസ് പറഞ്ഞു കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. ആൻഡ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ജോലിക്ക് കയറിയ സമയത്ത് ആൾക്കാർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, AI ഉണ്ടല്ലോ, AIൻ്റെ ബേസിൽ നിനക്കെല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, AI ഹെൽപ്പുണ്ട്, പക്ഷേ AIൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് അത് തിരിച്ചു തരിക. അത് മനസ്സിലാക്കാം. ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്തത്, അവിടെ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിസൈനേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അണ്ടർ ട്രീറ്റഡ് ആണ്. കാരണം അവിടെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ആപ്പ് ഉണ്ടാക്കുക, ഇതാക്കുക. ഈ ആപ്പ് ഡിസൈൻ ചെയ്യുന്നതായിക്കോട്ടെ, ഏത് തരത്തിൽ ഫാഷൻ ഡിസൈനിങ്, നാട്ടുകാരുടെ വിചാരം ഫാഷൻ ഡിസൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുന്നൽ മാത്രമാണ്. തുന്നലല്ല, അതിൽ കുറേ കാറ്റഗറീസ് ഉണ്ട്. അതൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല. അവരറിയാം, ഓക്കെ അവൾ ഫാഷൻ ഡിസൈനിങ് അല്ലേ, തുന്നാൻ പഠിക്കുക, അവൾ പ്രൊഡക്റ്റ് ഡിസൈനർ അല്ലേ, അതൊക്കെന്താ ജസ്റ്റ് ഇങ്ങനെ കളർ കൊണ്ട് കളിക്കുക. ഇങ്ങനത്തെ ചിന്തകൾ നിങ്ങൾ മാറ്റുക. അതായത് ഡിസൈനേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും പണിയെടുക്കുന്നുണ്ട്, പക്ഷേ അതാരും മനസ്സിലാക്കുന്നില്ല. അറിയില്ലെങ്കിൽ പിന്നെ പറയാൻ നിൽക്കരുത്, അത്ര മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ലെങ്കിൽ കൂടുതൽ സംസാരിക്കേണ്ട, കാരണം അവിടെ വിഡ്ഢിയാകുന്നത് നിങ്ങളാണ്. കാരണം പുറത്തുനിന്ന് ഒരാളത് കേട്ട് കഴിഞ്ഞാൽ, ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ സംസാരിക്കുന്നതാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇവർ പറയുന്നതിന് കാര്യമുണ്ടെന്ന്.
സോ എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, ഞങ്ങളും നിങ്ങളെപ്പോലെ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്ത ജോലിയാണ്. സോ വി ഡിസൈനേഴ്സ് ആർ നോട്ട് ലൈക്ക് ഒരു പണിയില്ലാണ്ട് ഇരിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾക്കും പണിയും ഉണ്ട്, ഞങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങളും കുറച്ച് പണിയെല്ലാം എടുക്കും. ആൻഡ് ഇതിൽ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതാണ്, ഞങ്ങൾ ഡിസൈനേഴ്സ് കഷ്ടപ്പെട്ട് പഠിച്ച് എൻട്രൻസ് എക്സാം എഴുതി. എൻട്രൻസ് മാത്രമല്ല, പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറഞ്ഞ ഒന്നുണ്ട്, സിറ്റുവേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ കോളേജിലെത്തിയിട്ട് 4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് കയറി കഴിയുന്നേരം ഇമാതിരി ചോദ്യങ്ങൾ കേൾക്കുന്നേരം ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ, അത് ഒരു ഡിസൈനറിനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അറിയില്ലെങ്കിൽ പിന്നെ പറയാൻ നിൽക്കണ്ട. ഈ ഒരു ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. സോ വി ഡിസൈനേഴ്സ് ആർ നോട്ട് the people who is not having any work or anything. ഞങ്ങൾക്കും പണിയുണ്ട്, ഞങ്ങൾക്കും കുറച്ച് എന്താ പറയുക കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നതെന്നല്ല, ഇവിടെ സർവൈവ് ചെയ്യുന്നത്. സോ പുച്ഛിക്കരുത്, ഒന്നും മനസ്സിലാക്കുക. ഒരു ഡിസൈനറിൻ്റെ രോദനമാണിത്. ഓക്കെ, താങ്ക് യു ഗൈസ് ഫോർ ലിസണിങ് മീ.